കരിമ്പുഴ ഗ്രാമപഞ്ചായത്തും പമ്പ്ര ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സൗജന്യ ഔഷധക്കഞ്ഞി വിതരണവും ഔഷധ സസ്യ പ്രദർശനവും സംഘടിപ്പിച്ചു. വിവിധ വാർഡുകളിലെ ആയുഷ് യോഗ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് N സാജിറ അധ്യക്ഷത വഹിച്ചു. ഞാൻ ഒരാൾക്ക് വോട്ട് ചെയ്തു, ആ വോട്ട് ചെയ്ത ആള് വിജയിച്ചോ എന്ന് ആ കുട്ടി നോക്കിയില്ല എന്നൊരു ഫീമെയിൽ സ്റ്റുഡന്റ് പറയുകയാണ്. അപ്പൊ വോട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ കർത്തവ്യമാണ്. അഥവാ അന്ന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരെ ആരോ നിർബന്ധിച്ച് പോളിംഗ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടു, അവർ വോട്ട് ചെയ്തു. പിന്നെ അവർ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് പോലും നോക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് ചില ആളുകൾ കേട്ടോ, മുഴുവൻ ആളുകളെയാണ് ഞാൻ പറയുന്നില്ല, ചില കുട്ടികൾക്ക് കഴിയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഔഷധക്കഞ്ഞിയും ഔഷധ ചെടികളെ കുറിച്ചും ദശപുഷ്പങ്ങളെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നത്. ഈ ദശപുഷ്പങ്ങളുടെ 10 പുഷ്പങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഡയസിലിരിക്കുന്ന ഒരുപക്ഷെ മോഹനമാഷക്കാരെ വേറെ മാഷായതുകൊണ്ട് കുട്ടികളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് പക്ഷേ അറിയാവുന്നതാണ്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P വനജ സ്വാഗതം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K അനസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഷൌക്കത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ സലീം, മെമ്പർമാരായ മോഹനൻ, C രുക്മിണി, ഉമ്മർകുന്നത്ത്, EP ബഷീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ദശപുഷ്പത്തെയും പത്തിലകളെയും കുറിച്ചുള്ള ഔഷധ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ വനജ ക്ലാസ് എടുത്തു. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ തബിതയും ക്ലാസുകൾ നയിച്ചു. ദശപുഷ്പങ്ങൾ, പത്തിലകൾ എന്നിവയുടെ പ്രദർശനവും തുടർന്ന് ഔഷധക്കഞ്ഞിയും പത്തിലത്തോരനും വിതരണം ചെയ്തു. യോഗത്തിൽ GAD പൊമ്പ്രയിലെ ഫാർമസിസ്റ്റ് ബിബിൻ നന്ദി പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികൾ, അംഗൻവാടി ജീവനക്കാർ, ആശാപ്രവർത്തകർ, വിവിധ യോഗ ക്ലബ്ബുകളിലെ അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ ഉൾപ്പെടെ 250ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം.